ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾക്ക് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് ഫ്രൈ റെസിപ്പി നോക്കിയാലോ? ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ ഉണ്ടാക്കി ഉറപ്പായിട്ടും കഴിക്കും. അതുകൊണ്ട് നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ഇതേപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കുറച്ച് കൂടുതൽ ചോറുണ്ണും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ ബീട്രൂട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തത്, 1 വലിയ സവോള, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കടുക്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ലേശം ഉപ്പ് കൂടെ ചേർത്ത് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇത് ലേശം നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മളുടെ ബീട്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. ബീട്രൂട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത, ബീട്രൂട്ട് കഴിക്കില്ലാത്ത ആൾക്കാർ പോലും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഇതിന്. ആ ബീട്രൂട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മൾ ഈ സവോളയുടെയൊക്കെ കൂടെ തന്നെ അതൊന്ന് മൂക്കുമ്പോൾ നമ്മളുടെ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മഞ്ഞൾപ്പൊടി മൂത്ത് കഴിയുമ്പോൾ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മളുടെ ഒണിയനൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് ചേർക്കാം. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മൊത്തം 1.5 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഇതിനകത്ത് ചേർത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും എത്തുന്ന പോലെ ഇളക്കുക. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം, അത്രയും മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മളിത് കുറച്ച് ഫ്രൈ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം, ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് വെന്താൽ മതി. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിരിക്കും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് ലേശം ഒന്ന് ഫ്രൈ ആയി വരും. അതാണ് കറക്റ്റ് അതിൻ്റെ പരുവം. അപ്പോൾ നമുക്കിത് ആദ്യം ഇത് വേവിക്കാം. നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഇതേപോലെ ഡ്രൈ ആവുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റിന് മുകളിൽ ഞാൻ അടച്ച് വെച്ച് വേവിച്ചതാണിത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാം. ഈ ടൈമിൽ നമുക്കിനി നമ്മളുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമ്മളുടെ ബീട്രൂട്ട് വെള്ളം ഒട്ടും ഇല്ലാതെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ട് അവർ കഴിക്കും.
അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.